ഹലോ, വെൽക്കം ടു എഫ് ജി ട്രേഡർ. അപ്പോൾ നമ്മൾ കുറേ ദിവസമായി നമ്മൾ ലൈവ് മാത്രമായിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ കുറേ ദിവസമായി നമ്മൾ വീഡിയോ ചെയ്തിട്ട് കുറേ ദിവസമായി. അപ്പോൾ ഇന്ന് ഞാൻ വീഡിയോ ചെയ്യുന്നത് എന്താ കാരണം എന്ന് വെച്ചാൽ നമ്മൾ എല്ലാവരും എക്സൈറ്റഡ് ആണ്. അപ്പോൾ ഇന്ത്യയിലുള്ള എല്ലാ ട്രേഡേഴ്സും എക്സൈറ്റഡ് ആയിട്ടാണ് ഇരിക്കുന്നത്. കാരണം ഓവർ എക്സൈറ്റഡ് ആയിട്ടാണ് ഇരിക്കുന്നത്. നമുക്ക് 4-ാം തീയതി ഭയങ്കര ഹൈപ്പ് കിട്ടും, എത്ര 24,000 25,000 ഒക്കെ മാർക്കറ്റ് പോകുന്നൊക്കെ പറഞ്ഞിട്ടാണ് ഓരോരോ ആൾക്കാർ ഓരോരോ ന്യൂസ് വിടുന്നത്. അപ്പോൾ അതുപോലെ ഇരിക്കുന്ന ടൈമിൽ ഇപ്പോൾ എന്തായാലും ഒരു വീഡിയോ ചെയ്തേക്കാം, നാളത്തേക്കും മറ്റന്നാളത്തേക്കും വേണ്ടിയിട്ടൊരു വീഡിയോ ചെയ്യാമെന്നുള്ള ബേസിലാണ് ഇപ്പം ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ ഒപ്പീനിയൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒരുപാട് എക്സൈറ്റിങ് ആവുന്നില്ല. കാരണം വെച്ചാൽ ഒരുപാട് പ്രതീക്ഷ കൊടുത്തിട്ടല്ല ഞാൻ ഇരിക്കുന്നത്. നോർമൽ സിമ്പിൾ എന്നും ഉള്ള പോലെ തന്നെയാണ് ഞാനും നോർമൽ ഡേ പോലെ തന്നെയാണ് കാണുന്നുള്ളൂ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാമല്ലോ, മോദി സർക്കാർ വന്ന ശേഷം ഒരു തരത്തിലുള്ള ബെനിഫിറ്റ്സും സാധാരണപ്പെട്ട ആൾക്കാർക്ക് ഉണ്ടായിട്ടില്ല, ഒരു തരത്തിലും ഉണ്ടായിട്ടില്ല. അപ്പോൾ എന്തായാലും മോദീൻ്റെ സ്കീം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിസിനസ്സുകാരെ പിടിക്കുക, പൈസ വാങ്ങിക്കുക, അവർക്ക് അവരുടെ ബിസിനസ് കൊടുക്കുക. അതായത് അവരുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിക്കുക, അവർക്ക് തിരിച്ച് ആനുകൂല്യം കൊടുക്കുക. അതായത് ഇപ്പോൾ വല്ല കേസ് ഉണ്ടെങ്കിൽ അവരുടെ നിന്ന് പൈസ വാങ്ങിക്കുക, കേസ് ഒഴിവാക്കി കൊടുക്കുക. അതുപോലത്തെ സ്കീമാണ് ഇപ്പോൾ മോദി സർക്കാരിൻ്റെ. അപ്പോൾ അതുപോലുള്ള പല സ്കീമുകൾ മാത്രമാണ് ഇപ്പോഴത്തെ സർക്കാരിന് ഉള്ളത്. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തൊഴിലവസരങ്ങൾ ഒരുപാട് വാഗ്ദാനം ചെയ്തു, ഒന്നും കൊടുത്തില്ല. പിന്നെ മണിപ്പൂർ വിഷയം, പിന്നെ സ്ത്രീകളുടെ വിഷയം, റെസ്ലിങ്ങിൻ്റെ വിഷയം, പിന്നെ മറ്റേ റേപ്പിസ്റ്റും അല്ലെങ്കിൽ സെക്സ് വീഡിയോ ഉണ്ടാക്കുന്ന ആൾക്കാരെ പ്രൊട്ടക്റ്റ് ചെയ്ത് അവർക്ക് വേണ്ടി വോട്ട് ചോദിക്കാൻ പോയ വിഷയം, അപ്പോൾ അങ്ങനെയുള്ള പല അദാനി വിഷയം, ഇങ്ങനെയുള്ള പല വിഷയങ്ങളും ഉണ്ട്. അപ്പോൾ പിന്നെ ഇലക്ട്രൽ ബോണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ള കാരണം ഫുൾ നെഗറ്റീവാണ് ഈ സർക്കാർ, BJP സർക്കാർ നരേന്ദ്രമോദിയുടെ. അതുകൊണ്ട് മാത്രമാണ് ഞാനും വലിയ എക്സൈറ്റിങ് ആവാതെ ഒരുപാട് ഹൈപ്പിൽ അവർ വീണ്ടും അധികാരത്തിൽ വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ഈ മോദി സർക്കാരിൻ്റെ ഈ അമിത്ഷായും മോദിയൊക്കെ പറയണത് എന്തോ മാർക്കറ്റ് 4-ാം തീയതി അങ്ങോട്ട് റോക്കറ്റ് പോകുന്ന പോലെ ചന്ദ്രനിലേക്ക് പോകുന്നൊക്കെയാണ് പറയണം. അപ്പോൾ എനിക്ക് വലിയ ഇതായിട്ട് തോന്നുന്നില്ല. അതുകൊണ്ടാണ് ഞാനും വലിയ എക്സൈറ്റിംഗ് ഒന്നുമില്ല. നമുക്ക് സാധാരണപ്പെട്ട എല്ലാവർക്കും അറിയാവുന്നതാണ് ഇവരെന്താ ചെയ്ത്, ഇവരുടെ പ്ലാൻ എന്താണ്, എന്തൊക്കെ ചെയ്യാൻ പറ്റുന്നൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയുന്നത്. ഇവരെ കൊണ്ട് ഉപദ്രവം ഉണ്ടാവില്ല. അപ്പോൾ ഇവരുടെ തള്ള് കേട്ടിട്ട് അങ്ങോട്ട് വിശ്വസിക്കുക, എല്ലാം കൊണ്ട് കണ്ണടച്ച് വിശ്വസിച്ച് കഴിഞ്ഞ് നമുക്ക് തന്നെ പണി കിട്ടണത്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് വലിയ സ്കോപ്പൊന്നുമില്ല. ഇവർ ജയിക്കുമായിരിക്കും ചിലപ്പോൾ. എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു 5-10 സീറ്റിന് വേണമെങ്കിൽ ജയിക്കുമായിരിക്കും. കാരണം വെച്ചാൽ അത്ര തന്നെ ഉണ്ടാവുള്ളൂ. കാരണം വെച്ചാൽ ആൾക്കാർക്ക് ബോധം വന്നു തുടങ്ങി, ഒരുപാട് കാലമൊന്നും ഒരാളിനെയും പറ്റിക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് എനിക്ക് വലിയ മാർക്കറ്റിനെ കുറിച്ച് വലിയ ഹൈപ്പൊന്നും എനിക്ക് തോന്നുന്നില്ല. ചെറുതായിട്ട് എന്തെങ്കിലും അപ്പാവുമായിരിക്കും. ഏകദേശം വേണമെങ്കിൽ ബാങ്ക് നിഫ്റ്റി നോക്കുകയാണെങ്കിൽ ഏകദേശം ഇപ്പോൾ 49,000 ഉള്ളത്. ഏകദേശം വേണമെങ്കിൽ ഒരു 600 അല്ലെങ്കിൽ 49 സംതിങ്ങോ അല്ലെങ്കിൽ 50ൻ്റെ അടുത്തേക്ക് വേണമെങ്കിൽ മാക്സിമം വരും. അത്ര തന്നെ മാക്സിമം വന്നിട്ട് പുതിയൊരു ഓൾ ടൈം ഹൈ ഉണ്ടാക്കിയിട്ട് വീണ്ടും ഡൗണിലേക്ക് വരും. അത്ര തന്നെ, വലിയ എഫക്റ്റ് ഒന്നും ഉണ്ടാവുമെന്ന് എനിക്ക് ഒരു പ്രതീക്ഷയില്ല. ഇനിയിപ്പോൾ അതേപോലെ നിഫ്റ്റി ആയാലും അങ്ങനെ തന്നെയാണ്, നിഫ്റ്റി ആയാലും ആ സെയിം സിറ്റുവേഷൻ തന്നെയാണ്. ചെറിയ പോയിൻറ്റ്സ് എന്തെങ്കിലും ഒരു 2% അല്ലെങ്കിൽ ആ റേഞ്ചിലേക്ക് വരികയായിരിക്കും. അല്ലെങ്കിൽ പുതിയ ഒരു ഹൈ ഉണ്ടാക്കിയിട്ട് അവിടെ നിന്ന് ഒരു ഡൗൺ റിവേഴ്സൽ ആണ് എൻ്റെ ഒരു വ്യൂ എന്ന് പറയുന്നത്. അപ്പോൾ അത് അത്രേ ഉള്ളൂ, അത്ര തന്നെ ഉണ്ടാവുള്ളൂ എന്നാണ് എൻ്റെ ഒരു വ്യൂ ഉണ്ടാവുക. മോദി സർക്കാർ വന്നു കഴിഞ്ഞ് മെല്ലെ വേണമെങ്കിൽ പുതിയ ഹൈ ഉണ്ടാക്കിയിട്ട് കുറേ അങ്ങനെ ഉണ്ടാക്കിയിട്ട് പിന്നെ ഒറ്റയടിക്ക് ഡൗൺ വരാനുള്ള ചാൻസ്, അപ്പോഴേക്കൊക്കെ പല വിഷയങ്ങളും പൊങ്ങി വരും. അപ്പോൾ ഇന്ത്യയിൽ തന്നെ ചിലപ്പോൾ ഒരു മിനി വാർ ഉണ്ടാവാനുള്ള ചാൻസ് വേറെ ഉണ്ട്, അതൊക്കെ ഉണ്ട്. അപ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ മുൻകൂട്ടി നമുക്ക് കാണണം. അപ്പോൾ ഒരുപാട് ഹൈപ്പൊന്നും കിട്ടാനുള്ള ചാൻസ് ഒന്നുമില്ല മാർക്കറ്റിന്. ഒരുപാട് മാനിപ്പുലേറ്റ് ഒന്നും ചെയ്യാൻ പറ്റില്ല മാർക്കറ്റിന് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ അതുകൊണ്ട് എന്തായാലും ഒരുപാട് എക്സ്പെക്റ്റ് ഒന്നും ചെയ്യാതെ നമുക്ക് നോർമലായിട്ട് സ്റ്റാർട്ട് ചെയ്യാം. എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ മാർക്കറ്റ് നമുക്ക് നോക്കി ഓപ്പൺ ആയ ശേഷം എങ്ങനെയാണ് മാർക്കറ്റ് ഉണ്ടാവുന്നത് നോക്കി അതിന് ശേഷം ഒരുപാട് ക്യാപിറ്റൽ ഇറക്കാതെ ഈ 2 ദിവസം ഒന്ന് വെയിറ്റ് ചെയ്യാം. നമുക്ക് നോർമലായിട്ട് ക്യാപിറ്റൽ ഒന്ന് ചുരുക്കി ട്രേഡ് എടുക്കുന്നതായിരിക്കും നല്ലതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പോൾ എന്തായാലും ഈ ഒരു ടൈമിൽ നമുക്ക് മൺഡേ നോർമലായിട്ട് ട്രേഡ് എടുത്ത് നോർമലായിട്ട് തന്നെ ഇറങ്ങാൻ നോക്കാം. മാക്സിമം നോർമലായിട്ട് തന്നെ ഇറങ്ങാൻ നോക്കാം. ചെറിയ ലോഡ് തന്നെ എടുക്കാം. ഒരുപാട് ആഗ്രഹിക്കാതെ, ഒരുപാട് നമുക്ക് പ്രോഫിറ്റ് പ്രതീക്ഷിക്കാതെ
ഒരു 10,000 ഇട്ട് കഴിഞ്ഞാൽ ഒരു 1.5 ലക്ഷം 2 ലക്ഷമൊക്കെ എടുക്കാമെന്ന് പറഞ്ഞിട്ട് വരരുത് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം. ചെറിയ ലോട്ടിലെടുത്ത് അപ്പോൾ 10 ലോട്ടൊക്കെ എടുക്കുന്നൊരു നോർമലായിട്ട് ഒരു 2 ലോട്ടിലൊക്കെ ഒതുക്കി അങ്ങനെ എടുക്കുന്നതായിരിക്കും നല്ലതെന്നാണ്. നമുക്കൊരു 0 to 0 കളിക്കുന്ന പോലെ അല്ലെങ്കിൽ 0 to ഹീറോ നമ്മൾ കളിക്കുന്ന പോലെ ആ ഒരു റേഞ്ചിൽ തന്നെ നമുക്ക് എപ്പോഴും നാളെ മറ്റന്നാളായിട്ട് മാർക്കറ്റ് നോക്കിയിട്ട് എടുക്കാമെന്നുള്ള മൈൻഡാണ് ഇപ്പം എൻ്റെ ഉള്ളത്. അപ്പോൾ എന്തായാലും നമുക്ക് മൺഡേ നോക്കാം. നമുക്ക് നോർമലായിട്ട് ലൈവിൽ വരും. ലൈവിൽ നമുക്ക് എന്തായാലും ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.